തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന പച്ചാ, ഇവിടുത്തെ വചനം പഠിക്കുവാനായിട്ട് വീണ്ടും ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കേണ്ടത് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കും. തിരുവചനം പഠിക്കുന്ന ദാസിമാർക്കും ആവശ്യമായ കൃപ കൊടുക്കണമേ കർത്താവ്. ഈ തലമുറയിൽ ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങളെക്കുറിച്ചോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം, സ്തുതി, ബഹുമാനം, പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മളപ്പം പഠിച്ചു നിർത്തിക്കുന്നത് എ ലീഡർ ഷുഡ് ബി എ പാഷൻ ഇൻഫ്യൂഷർ, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ദർശനം മറ്റുള്ളവരിലേക്ക് പകരാൻ പ്രാപ്തനായിരിക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരും. ആദ്യം തന്നെ എൻ്റെ ദർശനം എന്തുവാന്ന് എനിക്ക് തന്നെ ബോധ്യം വേണം. വാട്ട് ഈസ് മൈ വിഷൻ? എൻ്റെ ദർശനം എന്തുവാ? ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവരും ഒരു ദർശനമുണ്ടോ? ഒരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ഐ ഷുഡ് നോ മൈ വിഷൻ. എന്താണ് എൻ്റെ ദർശനം എന്ന് എനിക്ക് തന്നെ ബോധ്യം വേണം. അപ്പം നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നൊരു അസൈൻമെൻറ്റ്, റൈറ്റ് ഡൗൺ യുവർ വിഷൻ. നിങ്ങളുടെ ദർശനം എന്തുവാന്ന് വെച്ചാൽ നിങ്ങളത് എന്ത് ചെയ്യണം? എഴുതണം. ഹബക്കുക്കിനോട് ദൈവം പറയുന്നൊരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, റൈറ്റ് ഡൗൺ യുവർ വിഷൻ. നിന്റെ ദർശനം നീ എന്ത് ചെയ്യേ? എഴുതുക. എന്തിനാ എഴുതുന്നേ? അപ്പം നമ്മളിവിടെ പഠിച്ച നമ്മുടെ മെയിൻ പോയിന്റ് എന്തുവാ? എ ലീഡർ ഷുഡ് ബി എ വിഷൻ ഓർ പാഷൻ ഇംപാർട്ടർ, അല്ലേ? അപ്പോൾ ഒരു നേതാവെന്ന് പറയുന്നത്, അതാണ് നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയേ, തൻ്റെ ദർശനത്തെ പകർന്നു കൊടുക്കാൻ പ്രാപ്തനായ ഒരാളായിരിക്കണം. പക്ഷെ അത് പകർന്നു കൊടുക്കണമെങ്കിൽ എന്തോ വേണം? യു ഷുഡ് നോ വാട്ട് യുവർ വിഷൻ ഈസ്. നിന്റെ ദർശനം എന്തുവാന്നുള്ളത് നീ അറിയണം. പലർക്കും അതറിയില്ല. എന്താ അവരുടെ ദർശനം? അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ദർശനമില്ലാത്തടുത്ത് ജനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ജനം പാനിക്കാന്നാ എൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞാൽ എന്തുവാ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങടും ഇങ്ങടും ഒക്കെ എന്ത് ചെയ്യുക? ഓടുക. എന്തിനാ പോണേ? എന്തിനു ചെയ്യുന്നത്? എന്തിനു ഈ കടന്നു? കാരണം അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ കാരണം? അവനും ദർശനമില്ല, അവൻ്റെ നേതാവിനും ദർശനമില്ല. നേരെ തിരിച്ച് ഞാൻ നിങ്ങളെ ബാബേൽ ഗോപുരത്തിലേക്ക് കൊണ്ടുവരാൻ പോവാ. ഉൽപ്പത്തി പുസ്തകത്തില് ജനമെല്ലാം ഒരേ ഭാഷ, ഒരേ വാക്ക്, ഒരേ ദർശനം, ഒറ്റ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള ജനത്തിന് അവർ ചെയ്യുന്നത് സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതിൻ്റെ എല്ലാം പുറകിലെ കാര്യം എന്താ? ആ ലീഡറിന് ഒരു ദർശനമുണ്ട്. ആ ദർശനം തൻ്റെ അനുയായികൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? ലീഡറിന് സാധിച്ചു. ദർശനമില്ലെങ്കിലോ ജനം പാനിക്കായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര ഓട്ടം, എല്ലാം ഭയങ്കര വേലയാ. ഇരിക്കാൻ നേരമില്ല, അതുപോലെ ഓട്ടാ. പക്ഷെ എന്നാ കാര്യമുള്ളേ? ഒന്നും നടക്കുന്നില്ല. എന്തിനാ ഓടിയേ അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തണം, എ ലീഡർ ഷുഡ് ബി എ വിഷൻ ഇംപാർട്ടർ. ദർശനം
പകർന്നു കൊടുക്കുന്ന ഒരുവനായിരിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങളുടെ ലീഡറെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഡസ് ഹി ഹാവ് എ വിഷൻ? ഇയാൾക്കൊരു ദർശനമുണ്ടോ? അതോ ഇയാൾ ചുമ്മാ നടക്കുകയാണോ? ആ ലീഡർ എന്ത് ചെയ്യണം? ദർശനം പകർന്നു കൊടുക്കുക. ആർക്ക്? തൻ്റെ അനുയായികൾക്കെല്ലാം അവൻ പകർന്നു കൊടുക്കുക. അപ്പം ലീഡറിൻ്റെ ദർശനം എന്ത് ചെയ്യണം? ഒന്നൊരാൾക്ക് ദർശനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകനോട് ദൈവം പറഞ്ഞു, റൈറ്റ് ഡൗൺ യുവർ വിഷൻ. നിന്റെ ദർശനം നീ എഴുതുക. അതെങ്ങനെ എഴുതണം? തെളിവായിട്ട് എഴുതണം. അല്ലേ? അതല്ലേ ആദ്യം വായിക്കുന്നേ? വായിച്ചേൻ. ഓടിച്ചു വായിക്കത്തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക. ഏതാ? ഹബക്കുക്ക് ഇല്ലയോ അത്? ഹബക്കുക്ക് എത്ര അധ്യായം? 2:2 മുതൽ. ഹബക്കുക്ക് 2:2 മുതൽ നോക്കിയ. അപ്പോൾ ദർശനം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. എഴുതണം. താങ്ക് യു. ദർശനം എഴുതണം. എന്തിനാ എഴുതാൻ പറയുന്നേ? എന്തിനാ എഴുതാൻ പറയുന്നേ? എൻ്റെ ഉദ്ദേശമുണ്ട്. ഈ എഴുതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്നാണ്? ടു പാസ് ഇറ്റ് ഓൺ. അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി. അല്ലെ നീ ചാവുന്നതോടുകൂടെ നല്ല ദർശനം എന്ത് ചെയ്യും? ചാവും. എന്തോത്തിനാ അപ്പച്ച ഇത് തുടങ്ങിയെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അപ്പച്ചൻ്റെ ദർശനം എന്തോ ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം അപ്പച്ച ഇത് ആരോടും പറഞ്ഞിട്ടുമില്ല, പകർന്നു കൊടുക്കുകയും ചെയ്തു. എഴുതിയും വെച്ചിട്ടില്ല എങ്ങും. അപ്പൊ എന്തിനാ ദർശനം എഴുതാൻ പറഞ്ഞേ? പകർന്നു കൊടുക്കാൻ. അതിന് എങ്ങനെ എഴുതണം? അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതണം? തെളിവായി എഴുതണം. ചിലരെ എഴുത്ത് അവർക്ക് തന്നെ വായിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല. എന്തോ എഴുതിയെന്ന് അവരോട് തന്നെ കുറച്ച് ചോദിച്ചാൽ അതും അവർക്ക് കിട്ടില്ല വായിക്കാൻ. അതിനെയാണ് അങ്ങനത്തെ ഒരു എഴുത്തിനൊരു പേരുണ്ട്. എന്തോ പേര്? തലയിലെഴുത്ത്. പഴയ ചില ഡോക്ടർമാരുടെ എഴുത്തും മരുന്നെഴുത്തും അതുപോലെയാ. പറയുന്നു, നീ ഹാവ് ടു റൈറ്റ് ഇറ്റ് വെരി ക്ലിയർലി. നീ അത് തെളിവായിട്ട് എഴുതണം. എങ്ങനെ തെളിവായിട്ട് എഴുതണം? ഓടിപ്പോകുന്നവനും വായിക്കാൻ പറ്റുന്ന, ഒടിച്ചു വായിക്കുക എന്നുള്ളതല്ല, ശരിക്ക് ഓടിപ്പോകുന്നവനും വായിക്കാൻ കഴിയത്തക്കവണ്ണം അത്രയും തെളിവായിട്ട് നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞില്ലെന്ന് പറയരുത്. നിന്റെ ദർശനം എന്താണെന്ന് ഭാര്യയ്ക്ക് അറിയാമോ? അത് അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഭാഷ, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. അവൾക്ക് മനസ്സിലായില്ല, പിന്നെ ലോകത്തിൽ ആർക്കാ മനസ്സിലാകാൻ പോകുന്നത്? അപ്പൊ ദൈവം പ്രവാചകനോട് പറയുക, ഞാൻ നിനക്ക് നൽകി തന്ന ദർശനം, നീ കണ്ട ദർശനം, നീ അത് എഴുതണം. എന്തിനു വേണ്ടിയാ? ടു പാസ് ഇറ്റ് ഓൺ, പകർന്നു കൊടുക്കാൻ വേണ്ടി. അതെങ്ങനെ എഴുതണം? തെളിവായിട്ട് എഴുതണം. എങ്ങനെ തെളിവായിട്ട്? ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? അത് വായിച്ചാൽ ഉടനെ മനസ്സിലാകത്തക്ക രീതിയിൽ വേണം എഴുതാനായിട്ട്. അപ്പം എൻ്റെ ചോദ്യം, വാട്ട് ഈസ് യുവർ വിഷൻ? നിങ്ങൾക്കൊരു ദർശനം ഉണ്ടോ? എപ്പോഴെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ? എൻ്റെ ദർശനം ഇതാന്ന്. കർത്താവ് എൻ്റെ ദർശനം ഇതാ, നീ എനിക്ക് തന്ന ദർശനം ഇതാന്ന് ഓർമ്മയുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞാൽ മറക്കും. എഴുതാത്തൊക്കെ നമ്മൾ മറക്കും. എഴുതിയത് തന്നെ എവിടെ എഴുതിയെന്ന് നമുക്ക് ഓർമ്മയില്ലാത്തവരാ നമ്മൾ. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇത് ഹബക്കുക്കിനോട് മാത്രമല്ല ദൈവം പറഞ്ഞേക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാമായിരുന്നത് കൊണ്ട് 10 കൽപ്പനകളെ ദൈവം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? എഴുതി കൊടുത്തു. അല്ലെങ്കിൽ മോശം എന്ത് ചെയ്തേനെ? ഉള്ളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയേനെ.
ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്താതിരിക്കത്തക്കവണ്ണം അത് എന്ന് പറയാൻ എന്ത് ചെയ്തേ, എഴുതി അങ്ങ് കൊടുത്തു. എന്തോത്തിൽ എഴുതി കൊടുത്തു? കൽപ്പലകകളിൽ എഴുതി കൊടുത്തു. എന്തിനാ? ഒരു കാലത്തും മാഞ്ഞു പോകാതിരിക്കേണ്ടതിന്. ഇതിനൊക്കെ വളരെ അർത്ഥമുണ്ട്. അത് കഴിഞ്ഞ് യെരമ്യാവിനോട് പറഞ്ഞു, യെരമ്യാവേ നീ കാണുന്നതൊക്കെ എന്ത് ചെയ്യേ, ഒരു ചുരുള് വാങ്ങിച്ച് നീ എന്ത് ചെയ്യേ, അതിനകത്ത് എഴുതി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പറയുന്നു, യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നീ കാണുന്നതൊക്കെ എന്ത് ചെയ്യേ, എഴുതി നീ അയക്കേ. പൗലോസ് പറയുന്നുണ്ട്, എഴുതി അയപ്പാൻ എനിക്ക് ഒത്തിരി ഉണ്ട്, പക്ഷേ കടലാസിലും മഷിയും കൊണ്ട് എഴുതാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. കാരണം പ്രായമൊക്കെ ആയി, പതുക്കെ കൈയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് എഴുതി അയക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. എഴുതുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. എല്ലാ തലമുറകളിലും ദൈവിക ദർശനം പ്രാപിച്ചവൻ അടുത്ത തലമുറയ്ക്ക് ചിലത് എഴുതി വെച്ചേച്ച് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നീ എന്തിനിത് തുടങ്ങിയെന്നും നിൻ്റെ ദർശനം എന്തുമായിരുന്നു എന്നും എന്ത് ചെയ്യത്തില്ല, ആരും അറിയില്ല. സോ എ ലീഡേഴ്സ്, ഒരു നേതാവ് ദർശനമുള്ള, അവൻ ദർശനത്തെ പങ്കിട്ട് കൊടുക്കുന്നവനായിരിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പങ്കിട്ട് കൊടുക്കണമെങ്കിൽ അവനൊരു ദർശനം ഉണ്ടായിരിക്കണം. ആ ദർശനത്തെ അവൻ എന്ത് ചെയ്യണം, എഴുതണം. എഴുതി നിൻ്റെ തലങ്ങണ എഴുതി വെച്ചുകൊണ്ടിരിക്കാനല്ല, ടു പാസ് ഇറ്റ് ഓൺ. അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. അത് തെളിവായിട്ട് എഴുതണം. ചിലരൊക്കെ ചിലത് എഴുതിക്കൊണ്ട്, ചിലരുടെ പരീക്ഷാ പേപ്പർ പോലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. കാര്യം എന്നാ, യേശു ആണോ യോശു ആയാണോ എന്ന് ഇത് രണ്ടിൻ്റെയും കൂടെ ഇടപെട്ട് എഴുതി വെച്ചേക്കുന്നത്. കാരണം ഇയാൾക്ക് എഴുതി ആൾക്ക് ഉറപ്പില്ലായിരുന്നു യേശു ആണോ യോശു ആണോ എന്നുള്ളത്. അപ്പോൾ ഇനി സാറ് വേണമെങ്കിൽ അത് എന്ത് ചെയ്തോട്ടെ, വേണമെങ്കിൽ യോശുവോ യേശുവോ ഏതാ ഉത്തരം എന്ന് വെച്ചാൽ എന്ത് ചെയ്തോട്ടെ, വായിച്ചോട്ടെ. നോ. അപ്പോൾ എൻ്റെ ഇന്നൊരു യുവദാസനെ ഞാൻ കണ്ടായിരുന്നു. കാണാൻ രാവിലെ വന്നു. അല്ല ഇതായതുകൊണ്ട് ഞാനിനോ മടക്കി അയക്കണ്ടാന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹമായിട്ട് അല്പം സമയം ചിലവഴിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറിന് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ദർശനത്തിനനുസരിച്ച് ആ ദൈവം ബ്രദറിനെ അഭിഷേകം ചെയ്തേക്കുന്നത് എനിക്കറിയാം. ആ അഭിഷേകത്തിനനുസരിച്ച് ആ ദൈവം നിങ്ങളെ ഒരുത്തരത്ത് ആക്കിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ദർശനം എന്തുവാണ്, നിങ്ങളെവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയാം, നിങ്ങളെന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയാത്തൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് യുവർ വിഷൻ? അടുത്ത പ്രാവശ്യം എന്നെ കാണാൻ വരുമ്പം നിങ്ങളുടെ ദർശനം എഴുതി കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ ദർശനത്തിന് ഞങ്ങളുടെ ഈ ദർശനത്ത് എവിടെങ്കിലും ഒന്ന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറ്റുമെങ്കിൽ യു ആർ ടേക്കൺ. പുള്ളി ദർശനം എഴുതി കൊണ്ടുവന്ന് ഒരു ആശുപത്രി നടത്താനാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. അത് എൻ്റെ ഇതിനകത്ത് ഫിറ്റ് ആവില്ല. ആകെ 3 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു കുളം കുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട് എവിടെ പണിയുന്നത്? എനിക്കൊരു മീൻ വളർത്താനുള്ള കുളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെൻറ്റിനകത്ത് നടക്കില്ലല്ലോ. റൈറ്റ് ഡൗൺ യുവർ വിഷൻ. എനിക്കിന്ന് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നിങ്ങളെല്ലാം നേതാക്കന്മാരാണ്, ലീഡേഴ്സാണ്. വാട്ട് ഈസ് യുവർ വിഷൻ? ദൈവം നിങ്ങൾക്ക് തന്ന ദർശനം എന്തുവാ? എപ്പോഴെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ? എഴുതാത്തവർ അത് എഴുതിക്കണം. അതെങ്ങനെ എഴുതണം? വ്യക്തമായി എഴുതണം. എൻ്റെ കാലം കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്ക് ഈ ദർശനത്തിൽ നിന്നൊരാവേശം ഉൾക്കൊള്ളാനായിട്ട് എന്ത് ചെയ്യണം? കഴിയണം. ഇനി ഈ ദർശനം പകർന്നു കൊടുക്കേണ്ടത് ആർക്കാന്ന് നമ്മൾ പറഞ്ഞു. ആർക്കാ? ഒരു ലീഡർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. നീ ആരോടാണ് നിന്റെ ദർശനം പങ്കിടുന്നത്? അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ദർശനമുണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ. ആരാണ്ട് പറഞ്ഞാൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, ഇതെവിടെ പൊട്ടിക്കണം എന്നുള്ളതാ. ഇനി choose the right people. ഞാൻ ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുന്ന ഇതിനൊക്കെ ഇതൊക്കെയാണ് നല്ലത്. ചൂസ് ദ റൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ
അനുയോജ്യമായ ആളുകളെ നീ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ചിലരോട് പറഞ്ഞാൽ നിന്നെ അവർ നിരാശപ്പെടുത്തേ ഉള്ളൂ. നിനക്ക് വല്ല പണിയുണ്ടോ എന്ന് നോക്കാൻ പറയും. നിന്റെ ദർശനം പങ്കിടുന്നത് എപ്പോഴും ആരോടായിരിക്കണം? അതിന് അനുയോജ്യമായ പ്രാപ്തരായ ആളുകളെ കണ്ടെത്തിയിട്ട് വേണം. അതിനാണ് എന്ത് ചെയ്തത്? കർത്താവ് എന്തോ ചെയ്തു? 12 പേരെ തെരഞ്ഞെടുത്തത്. അല്ലെ പിന്നെ എല്ലാവരോടും പറഞ്ഞാലോ, സകലർക്കും ഞാൻ അധികാരം തന്നേക്കുന്നു, ഇനി പോയി എല്ലാവരും എന്ത് ചെയ്തോളീൻ? ഭൂതങ്ങളെ പുറത്താക്കിക്കൊള്ളീൻ, എല്ലാവരും വ്യാധികളെ സൗഖ്യമാക്കിക്കൊള്ളീൻ, എല്ലാവരും എന്ത് ചെയ്തോ? പോയി നിങ്ങൾ എന്നാ ചെയ്യണ്ടേ? നോ 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 ചെയ്തില്ല. 12 പേരെ തെരഞ്ഞെടുത്തു. ആ 12-ൽ നിന്ന് അവൻ പിന്നെയും വേറൊരു ഗ്രൂപ്പിനെയും കൂടെ തിരഞ്ഞെടുത്തു. വേറെ സന്ദർഭത്തിൽ ഈ 12-നെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? 70 ആക്കി. അതാ ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതാ. അവരെ കർത്താവ് ഒരിക്കലും അപ്പോസ്തലന്മാർ എന്ന പേര് എന്ത് ചെയ്തിട്ടില്ല? വിളിച്ചിട്ടില്ല. അതാ 12 പേർക്ക് മാത്രം കൊടുത്തൊരു പേരായിരുന്നു. എന്തിനാ? തൻ്റെ ദർശനം അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാ. അത് കഴിഞ്ഞ് പിന്നെ അവൻ വിളിക്കാൻ തുടങ്ങി. പൗലോസിനെ വിളിച്ചു. പൗലോസിലൂടെ പിന്നെയും വിളിക്കുന്നുണ്ട്. ആരെയാ? തിമോത്തി, ടൈറ്റസ്, തീത്തോസ്, അങ്ങനെ 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 പോകണ്ട പലരും. എന്നിട്ട് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തിമോത്തിയോസിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. 2 തിമോത്തിയോസ് 2-ന്റെ 1-2 വാക്യങ്ങൾ. എൻ്റെ മകനെ, ക്രിസ്തുയേശുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ നീ ഭരമേൽപ്പിക്കണം. ആരെ? വിശ്വസ്തർ, സമർത്ഥർ. ചൂസിങ് ദ റൈറ്റ് പീപ്പിൾ ടു ഇമ്പാർട്ട് യുവർ വിഷൻ. അതിനാ കാലം കഴിയുന്നതിന് മുമ്പ് ഇത്ര എണ്ണത്തെ തിരഞ്ഞെടുത്തേക്കുന്നത്. എന്തിനാ? നിങ്ങൾക്കൊരു ദർശനം നൽകി തരാൻ വേണ്ടിയാണ്. നിങ്ങളെ ഒരു ദൗത്യം പരമേൽപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളതെന്ത് ചെയ്യണം? വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, മക്കളോട്, സ്നേഹിതരോട്, സഭയിലെ യൂത്തിനോട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇവനെ കൊള്ളാമെന്ന് നിനക്ക് ഏതെങ്കിലും വിധത്തിൽ ഇവനെ ദൈവിക ശുശ്രൂഷയ്ക്ക് കൊള്ളാമെന്ന് ബോധ്യമുള്ള ചിലരോട് നീ ഇതെല്ലാം എന്ത് ചെയ്യണം? ഭരമേൽപ്പിക്കണം. എല്ലാം പഠിച്ചിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. പഠിക്കുന്ന അങ്ങ് പഠിപ്പിക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞാൻ പോയി എന്ത് ചെയ്തേക്കാം? ഒരു ബൈബിൾ സ്കൂൾ ഇതുപോലെ തുടങ്ങി നടക്കാൻ പോകുന്നില്ല. നീ പഠിച്ചത് ആരോടെങ്കിലും, വിശ്വസ്തരായ ആരോടെങ്കിലും അന്ന് പോയി നീ പങ്കിടണം. അതായത് അപ്പം എന്ത് ചെയ്യണം? ചൂസ് ദ റൈറ്റ് പീപ്പിൾ. അപ്പോൾ യു ഹാവ് എ വിഷൻ. ദർശനം പങ്കിടാൻ നിനക്ക് ഒരു ദർശനമുണ്ട്. ആളുകളെയും തിരഞ്ഞെടുത്തു. ഇനിയാണ് അടുത്ത വിഷയം വരുന്നത്. ഇത് രണ്ടുമുണ്ട്. ആളുമുണ്ട്, ദർശനമുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കണ്ടേ? ഇത് പറഞ്ഞ് ഫലിപ്പിക്കണ്ടേ? അവിടാണ് യു ഷുഡ് ഹാവ് ദ റൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ശരിയായ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണം. ഞാൻ വന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്നാലും നിങ്ങൾ വല്ലതൊക്കെ പഠിക്കും. എന്തോ ഇയാൾക്കൊന്നും അറിയില്ലാന്നെങ്കിലും പഠിക്കും. അല്ലെങ്കിൽ ഇയാൾക്ക്
ഇന്നലത്തെ ഒരാളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വേറെ ആളൊരു കമൻ്റ് അടിച്ച ഉടനെ, ഓ ആൾ ഭയങ്കര പാടുപെടുന്നുണ്ട് ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനെന്ന്. എന്തൊക്കെയോ അയാളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു അടുക്കും ചിട്ടയിലും ഒന്നും ഇത് പറയാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. ഭയങ്കര സ്ട്രെയിൻ എടുക്കുക അയാൾ. റൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ശരിയായ രീതിയിൽ നീ പറഞ്ഞ കാര്യം, മനസ്സിലാക്കിയ കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാൻ കഴിയണം. അതിനിപ്പോൾ എന്തോ വേണം നമുക്ക്? അവിടാണ് നമുക്ക് എന്തോ ആവശ്യം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നമുക്ക്. എന്താ പറയുന്നത്, ആരോടാ പറയുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേ ഭാഷ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അടുക്കള ഭാഷയുണ്ട്, പ്രസംഗ ഭാഷയുണ്ട്. ഇത് രണ്ടും അല്ലാത്തൊരു ഭാഷയും കൂടെ ഉണ്ട്. അതേതാ? അതിനെ വേറൊരു അങ്ങാടി ഭാഷ എന്ന് പറയും. ചന്തഭാഷ. അത് നമുക്ക് എന്ത് ചെയ്യാൻ കൊള്ളില്ല, പ്രസംഗപീഠത്തിൽ ഉപയോഗിക്കാൻ കൊള്ളില്ല. കാരണം അതവിടെ ഉപയോഗിക്കേണ്ട ഭാഷ അല്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഏതുപയോഗിക്കണം, ഏതുപയോഗിക്കണ്ട. ഞാൻ നിൽക്കുന്ന വേദി എന്തുവാ, ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ മണ്ഡലമേതാ, ഇതൊക്കെ ആത്മാവാണ് എനിക്ക് തന്നെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ആത്മാവ് അത്രയും ബോധമില്ലാത്തവനൊന്നുമല്ല. ആത്മാവ് നമ്മളെക്കാൾ നല്ല ബോധമുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? നല്ല ഭാഷാശൈലി കരസ്ഥമാക്കാനായിട്ട് പത്രം വായിക്കണം. പ്രത്യേകിച്ച് പത്രങ്ങളിൽ മുഖപ്രസംഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, പത്രാധിപ ലേഖനം അങ്ങനൊരു ഭാഗമുണ്ട്. വായിക്കണം. നല്ല സഭ്യമായ ഭാഷകൾ നമുക്ക് കിട്ടും. നല്ല ഭാഷകൾ നമുക്ക് കിട്ടും. അത് നമ്മൾ ചെയ്തെടുത്തേ പറ്റൂ. 2, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാംഗ്വേജ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ലാംഗ്വേജ്, ഭാഷ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം മലയാളം മാത്രം അറിയാവുന്ന ഒരുത്തരത്ത് എന്ന് ഞാൻ ഗ്രീക്കും ഹീബ്രുവും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അമ്പമ്പോ തിയോസിൻ്റെ അഗാപ്പ എത്ര വലുതാണെന്ന് പറഞ്ഞാൽ ഇതെന്തൊട്ട് സാധനമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇയാളുടെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാണ് ഇയാൾ. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, അഗാപ്പ എന്ന് പറഞ്ഞാൽ സ്നേഹം. ഇരുന്ന ആളുകൾക്ക് മലയാളം പോലും ചൊവ്വേ നേരെ അറിയാത്ത ആദിവാസികളുടെ അടുക്ക ചെന്ന് തിയോസിൻ്റെ അഗാപ്പയെക്കുറിച്ച് പറഞ്ഞാൽ അവർ എന്തോ സാധനം എന്ന് വിചാരിച്ചിരിക്കും. ഒരർത്ഥമില്ല, യാതൊരു അർത്ഥമില്ല. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? ഭാഷ. നമ്മൾ പറയുന്ന പല തമാശകളും പലർക്കും മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവർക്കൊരു എത്തുപിടിയും കിട്ടിയിട്ടില്ല. എന്താ ഇയാൾ പറഞ്ഞു? എല്ലാവരും പിന്നെ ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവരും എന്ത് ചെയ്തു? അങ്ങ് ചിരിച്ചു എന്നല്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു ഇംഗ്ലീഷ് ആരാധന തന്നെ തുടങ്ങാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അല്ല, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല. ഭാഷ ഇതിനകത്ത് വലിയ പ്രാധാന്യം. ഈ ഭാഷയെ തന്നെ വരുമ്പം വേറൊരു കാര്യം കൂടെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ ആത്മീയർ മാത്രം ഉപയോഗിക്കുന്ന ചില ഭാഷാ ശൈലികളുണ്ട്. ഉദാഹരണം, ഒരു യോഗത്തിനൊക്കെ പോയി വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അന്തരീക്ഷം എന്ന് നമ്മൾ ചോദിക്കുന്നത് മഴ പെയ്തോന്നോ ഇരുണ്ടുകൂടിയ അന്തരീക്ഷമായിരുന്നോ എന്നൊന്നും അല്ല നമ്മൾ ചോദിച്ചത്. അവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തെയാണ് നമ്മൾ നല്ല അന്തരീക്ഷമായിരുന്നു ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ മുറിയായിരുന്നെന്നോ ഒന്നുമല്ല. നമ്മുടെ അന്തരീക്ഷത്തിന് വേറൊരു അർത്ഥമാണ്.
ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാലേ ഞാൻ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന ചില ഭാഷാപ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം, കുഞ്ഞാട്ടിൻ്റെ കല്യാണം വന്നുവല്ലോ. ഒരു മുസ്ലിം കേട്ടിരുന്ന ഒരു പിടിയും കിട്ടില്ല അവന്. നാട്ടു കല്യാണമുണ്ടോ ഇവർക്ക്? തവള കല്യാണവും പട്ടി കല്യാണവും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആടിന് കല്യാണമുണ്ടോ? തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. എന്തുവാ ഇത്? ആർക്കാ മനസ്സിലാവുക? ഇത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ടെർമിനോളജിയാ. സഭയ്ക്കകത്ത് നീ പറഞ്ഞോ ആടിൻ്റെ കല്യാണവും കാന്ത ഒരുങ്ങിയതും അവൾക്ക് ശുദ്ധവും ശുഭ്രമായി, ഇതൊന്നും ആർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനും കൂടെ സംബന്ധിക്കുന്ന ഒരു കല്യാണത്തിന് ഒത്തിരി മുസ്ലിങ്ങളെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. പാസ്റ്റർ ഭയങ്കരമായിട്ട് കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അടുത്ത മുസ്ലിമിനോട് ചോദിച്ചു, ഇതെന്തുട്ട് ഇയാൾ പറഞ്ഞ മറ്റേ അയാൾക്ക് വട്ടാണ്. ഞാൻ ഇരിപ്പുണ്ടോ അവിടെ കല്യാണത്തിലെ? അപ്പം മുസ്ലിങ്ങൾ കുറേ അവിടെയുണ്ട്. ഈ മുസ്ലിങ്ങളെ കൂടെ കണ്ടപ്പോഴത്തേന് പാസ്റ്ററിന് എല്ലാ ആവശ്യമായി കുഞ്ഞാട്ടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട്. ഈ അടുത്ത് ഇയാൾ എന്തുട്ട് ഈ പറയണേ ചോദിക്കുക. അതിൻ്റെ മറ്റൊരു മറുപടി, അയാൾക്ക് വട്ടാ. എന്താ കാരണം? ദ ലാംഗ്വേജ്. അപ്പോൾ ശരിയായ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം. അടുത്തൊരു കാര്യം കൂടെ ഓർത്തോണം, ദ ഓഡിയൻസ്. നിൻ്റെ ഇത് കേൾക്കുന്ന ആരാന്നും കൂടെ ഒരു ബോധം വേണം. അപ്പോൾ പരീക്ഷയ്ക്ക് ന്യായമായൊരു ചോദ്യം വരുന്നത്, കമ്മ്യൂണിക്കേഷനിൽ, ആശയവിനിമയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു നേതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ചോദ്യം എഴുതിയെടുക്കേണ്ട, ചിലപ്പോൾ അത് വന്നൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമായി പറഞ്ഞത്. ആശയവിനിമയത്തിൽ ഒരു നേതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും മറുപടി? ആദ്യത്തെ മറുപടി എന്തുവാ? അവൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് വേണം ആദ്യം ബോധം വേണം അവന്. ദാറ്റ്സ് ദ വിഷൻ. അവിടുന്ന് തുടങ്ങിയത്. ആശയവിനിമയത്തിൽ ഒരു നേതാവ് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഞാൻ എന്താ പറയാൻ പോകുന്നത്. വായു വരുന്ന എല്ലാം കൂടെ വിളിച്ചു പറയുന്നതാണെങ്കിൽ അതിന് സാധാരണ പറയും, വായു വരുന്നത് കോവയ്ക്ക് പാട്ട്. ചില പാട്ടുകളൊക്കെ അതുപോലെ തന്നെയാണ്. ചില പാട്ടൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയും, അവസാനം പാപക്ഷമയെക്കുറിച്ച് പറയും. ഇത് തിരിച്ചു വേണം വരാനായിട്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു നേതാവ് ആശയവിനിമയത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ആം ഐ ഗോയിങ് ടു കൺവേ? ഞാൻ എന്തുവാ പറയാൻ പോന്നെ? ആ ബോധത്തോടെ ക്ലാസ് എടുക്കാൻ വരുന്നേ. ഇന്ന് എന്തോ പഠിപ്പിക്കണമെന്ന് വ്യക്തമായ ഒരു ധാരണ, അല്ലാതെ വായു വരുന്ന മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഇവിടെ വന്നേ. വ്യക്തമായൊരു ധാരണയോടെ വന്നേക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ലീഡർഷിപ്പിന്, ഒരു ലീഡറെ കൊണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളിൽ ഒരു ഗുണമാണ് എന്തുവാ? അവൻ ദർശനമുള്ളവനായിരിക്കണം. അവൻ ദർശനം പങ്കിടാൻ കഴിവുള്ളവനായിരിക്കണം. പങ്കിടുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓഡിയൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നീ പറയാൻ പോകുന്ന കാര്യം ഉൾക്കൊള്ളാനായിട്ട്, ഗ്രഹിക്കാനായിട്ടുള്ള പ്രാപ്തി നിന്റെ ജനത്തിനുണ്ടോ? അല്ലെങ്കിൽ അതെല്ലാം കൂടെ അവിടെ തലയുടെ മുകളിൽ കൂടെ പോവുകയുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഒരു പുഹ പോലെ എല്ലാം കൂടെ എന്ന് പറയും. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കാം. കർത്താവ് പറഞ്ഞു, പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ട്, പക്ഷേ അത് ഗ്രഹിക്കത്തക്കവണ്ണമുള്ളൊരു പ്രാപ്തി ഇപ്പം നിങ്ങൾക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു കാര്യസ്ഥനെ അയച്ചു തരാം. അവൻ വന്ന് എന്തു ചെയ്യും? ഇതൊക്കെ നിങ്ങളെ എന്തു ചെയ്യും? പഠിപ്പിച്ചെടുക്കാൻ. ഇപ്പം നിങ്ങൾക്കത് എന്ത് ചെയ്യാറായിട്ടില്ല? ഗ്രഹിക്കാറായിട്ടില്ല.
കർത്താവ് പറഞ്ഞ അപ്പം കർത്താവിന് പറയാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ശിഷ്യന്മാരത് സമ്പൂർണമായി ഉൾക്കൊള്ളാൻ അവർക്ക് പ്രാപ്തിയായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കർത്താവ് എന്ത് ചെയ്തില്ല? എല്ലാം പകർന്നു കൊടുത്തില്ല. കുറച്ച് വെയിറ്റ് ചെയ്തു. എന്നിട്ട് തൻ്റെ ദാസനായ പൗലോസിലൂടെ പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഒരു മർമ്മം വെളിവായി വന്നു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോഴത്തേന് സഭയൊക്കെ ഏതാണ്ട് ഒരു സീറ്റിംഗ് ആയി. പോണ്ടവനൊക്കെ പോയി. അടികൊണ്ടാലും പോവില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് പേരായി ഇപ്പോൾ സഭയ്ക്കകത്ത് എന്ത് ചെയ്യുന്നേ നിൽക്കുന്നേ. ആദ്യമേ അടി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തായിരുന്നു? ആദ്യമേ അടി കിട്ടും എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ പലരും ഇതിനകത്ത് എന്ത് ചെയ്യില്ലായിരുന്നു? വരില്ലായിരുന്നു. ഇപ്പം അടിയൊക്കെ കിട്ടി, തല്ലൊക്കെ കിട്ടി. തല്ല് കിട്ടിയാലും പോവില്ല എന്ന് ബോധ്യമായപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ പൗലോസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുന്നു, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഇതാദ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. എഴുതി അയക്കാൻ ഒത്തിരി ഉണ്ട്, എനിക്ക് പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനെന്ത് ചെയ്തില്ല? ഗ്രഹിക്കത്തക്ക പ്രാപ്തിയിലേക്ക് നിങ്ങളായിട്ടില്ല. നമ്മുടെ തന്നെ സഭയുടെ ആദ്യത്തെ ചരിത്രങ്ങളും അല്ലെങ്കിൽ അന്നത്തെ പ്രസംഗങ്ങളും ഇന്നത്തെ പ്രസംഗങ്ങളും നോക്കി ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം കുറേ കൂടെ കട്ടിയായതാണ് നമ്മൾ കൊടുക്കുന്നത്. പോലീസ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും പാലേ തരാനൊക്കത്തുള്ളൂ. കാര്യം എന്നാ? കട്ടിയായത് ദഹിക്കത്തക്കവണ്ണമുള്ള ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. കൊച്ചു കുഞ്ഞിന് പാലല്ലേ കൊടുക്കുന്നേ? എന്തായാലും ഇറച്ചി കൊടുത്താൽ അത് മഞ്ഞ് തിന്നുന്നതല്ലയോ? ഇല്ല, അത് ദഹിക്കാനുള്ള ദഹനേന്ദ്രിയ ശക്തി അതിനായിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ ഓഡിയൻസിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ? അത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? വെളിപ്പെടുത്തേണ്ടുള്ളൂ. ആശുപത്രി ചെന്ന ഉടനെ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറയോ അവരുടെയൊക്കെ മാറ്റാൻ പറയോ? ഇല്ല. അത് പറയുന്നൊരു സ്ഥലമുണ്ട്. എവിടാ? ഓപ്പറേഷനൊന്നും പോയിട്ടില്ല. എക്സ്റേ എടുക്കാൻ നേരത്തും സ്കാനിങ് ചെയ്യാൻ നേരത്തും പറയും ഇതൊക്കെ ഒന്ന് അത് ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടോ? എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. മുന്നേറും തോറും പരിശോധനകൾ മുന്നേറും തോറും കൂടുതലായി അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഓരോന്നോരോന്ന് പറയുന്നേ. ഇതുപോലെ കർത്താവ് തൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഉപദേശങ്ങളുടെ പൂർണ്ണത എല്ലാവർക്കും പകർന്നു കൊടുത്തില്ല. ലുക്ക്ഡ് ഇൻ ദ ഓഡി. ഇതിവനെ ഗ്രഹിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ? അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടേ ദൈവം പറയത്തുള്ളൂ ചിലരോട് ചില കാര്യങ്ങൾ. ആണ്. ചിലരോട് 15 വർഷം കഴിഞ്ഞിട്ടേ ദൈവം ചില കാര്യങ്ങൾ പറയുള്ളൂ. കാരണം അപ്പോഴേ അത് പ്രാപിക്കത്തക്കവണ്ണം ഗ്രഹിക്കത്തക്കവണ്ണം ആ വ്യക്തി മെച്യൂറായിട്ടുള്ളൂ, അല്ലെങ്കിൽ പക്വത വന്നിട്ടുള്ളൂ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനവരെ വിധിച്ചിട്ട് കാര്യമില്ല, അതിനവരെ ഒഴിച്ചു നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ആ പക്വതയിലേക്ക് അവരെന്ത് ചെയ്തിട്ടില്ല? എത്തിച്ചേർന്നിട്ടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാ നമ്മളിതെല്ലാം പറഞ്ഞത് ആരുടെ കീഴിൽ, ഏത് ടൈറ്റിലിൻ്റെ കീഴിലാണ്? ഒരു ലീഡർ ദർശനം
പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, പകർന്നു കൊടുക്കുന്നവനായിരിക്കണം. പക്ഷെ പകർന്നു കൊടുക്കണമെങ്കിൽ അവൻ്റെ ദർശനത്തെക്കുറിച്ച് അവന് ബോധ്യം ഉണ്ടായിരിക്കണം, അത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി അവനുണ്ടായിരിക്കണം. അതിൻ്റെ വേണ്ട എല്ലാ ഗുണങ്ങളും അവൻ എന്ത് ചെയ്തോണം? നേടി എടുത്തോണം. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റിലോട്ട് നമ്മൾ കയറാൻ പോവാ. ഈ ദർശനങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ ആളുകളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ചിലതൊന്നും നമ്മുടെ ദർശനത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? അവിടെയാണ് അടുത്ത പോയിന്റ് നമ്മുടെ. ഞാൻ പറഞ്ഞായിരുന്നു അത് എന്തുവാ? റിമൂവ് ദ വീഡ്സ്. കളകളെ നമ്മൾ എന്ത് ചെയ്യണം? പറിച്ച് കളയണം. പതുക്കെ അവരോട് വിളിച്ച് പറയണം, ബ്രദറെ, സോറി, ബ്രദറിൻ്റെ ഫീൽഡ് ഇതല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏറ്റവും നൈസായിട്ട് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ബ്രദറിന് ഇതിനേക്കാൾ വലിയ ദർശനമാണ് ദൈവം എന്ത് ചെയ്തേക്കുന്നത്? തന്നിരിക്കുന്നത്. വെറുതെ ഇവിടെ നിന്ന് ജീവിതം പാഴാക്കരുത്. രണ്ടും അർത്ഥം ഒന്നാ അല്ലേ? നിന്നെ ഒഴിവാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് രണ്ടും. ദൈവം ബ്രദറിന് തന്നേക്കുന്ന ദർശനം ഇതിനേക്കാൾ വളരെ വലുതും വിശാലമാണ്. ഇവിടെ നിന്ന് ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ബ്രദർ അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കാനുള്ളത്. അതുവരെ ബ്രദർ വേണമെങ്കിൽ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ അതുവരെ ബ്രദറിന് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം, എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഞാൻ തരുകയും ചെയ്യാം. അതിന് പറയുന്നത് റിമൂവ് ദ വീഡ്സ് ജെന്റ്ലി. വളരെ സൗമ്യതയോടെ, വളരെ സൗമ്യതയോടെ എന്ത് ചെയ്യുക? വീഡ്സിനെ, കളകളെ നമ്മൾ എന്ത് ചെയ്യണം? പറിച്ച് മാറ്റണം. ശരി, അത് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലരോടൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ ഓർത്തോ, എന്തുവാ സ്റ്റാൻഡ് വിടാനാ പറയുന്നത് എന്ന് മനസ്സിലാക്കിയ ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മൾ പകർന്നു കൊടുത്തു, ഇതൊക്കെ ചെയ്തു, വീഡ്സും നമ്മൾ കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. അവിടാണ് ഒരു ലീഡറിൻ്റെ അടുത്ത പദ്ധതിയിൽ വരുന്നത്. എന്നാന്നറിയാമോ? ഫ്യൂവൽ ദ പാഷൻ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞാൽ, നീ പകർന്നു കൊടുത്ത ആ ദർശനത്തിന് വളരാൻ പറ്റിയ അനുകൂലമായ സാഹചര്യങ്ങളും ഇന്ധനങ്ങളും കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇംഗ്ലീഷിൽ ഏറ്റവും രസമാണ് പറയാൻ ഫ്യൂവൽ ദ വിഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ദർശനത്തിന് ആവശ്യമായ ഇന്ധനം നൽകിക്കൊടുക്കുക. കാരണം ഇപ്പം നിന്റെ കയ്യിലിരിക്കുന്ന എന്തുവാ? നിന്റെ ദർശനത്തിനൊപ്പം നിൽക്കുന്ന, നിന്നോടൊപ്പം നീങ്ങാൻ തയ്യാറുള്ള കുറച്ച് ആളുകളാണ് ഇപ്പം നിന്റെ കൂടെ നിൽക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? ആവശ്യമായ ഫ്യൂവൽ നൽകി കൊടുക്കണം, ഇന്ധനം നൽകി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ ഉത്തേജിപ്പിക്കണം. അവർ ക്ഷീണിക്കാൻ ഇടവരുത്, അവർ തളരാൻ ഇടവരരുത്. അവരുടെ ആവശ്യം എന്തുവാന്ന് നോക്കി 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 എന്ത് ചെയ്യണം? അവരുടെ ഒപ്പം നടക്കണം. അവരുടെ മുഖം വാടിയ നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. ദാറ്റ്സ് എ ട്രൂ ലീഡർ. ഒരു ദിവസം നെഹമ്യാവ് രാജാവിൻ്റെ സന്നിധിയിൽ പാനപാത്രവുമായിട്ട്, രാജാവിന് കുടിക്കേണ്ട വീഞ്ഞുമായിട്ട് കിടന്നതില്ല. നെഹമ്യാവ് അവനെ ഒന്ന് അടിമുടി ഒന്ന് നോക്കി. എന്നാ നിൻ്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് ഭാര്യയുടെ മുഖം പോലും വാടിയാൽ നമ്മളറിയില്ലല്ലോ. കാര്യം അതിൻ്റെ വാടാത്ത മുഖം ഇതുവരെ കണ്ടിട്ടില്ലേ? അതതിൻ്റെ വേറൊരു കാര്യം. പുള്ളി ഉടനെ തിരിച്ചറിഞ്ഞു. ചോദിച്ചു, നെഹമ്യാവേ
വാട്ട്സ് റോങ് വിത്ത് യു? എന്നെ മറുപടി പറയുന്ന പുള്ളി എന്നോ, ഇത് മനോദുഃഖമല്ലാതെ വേറെ ഒന്നുമല്ല. എടുത്തോ. നെഹമ്യാവ് രാജാവിൻ്റെ മുൻപിൽ ചെല്ലുക. അർത്ഥശ്രഷ്ട രാജാവിൻ്റെ മുൻപിൽ നെഹമ്യാവ് പാനപാത്രവുമായിട്ട് നിൽക്കുമ്പോൾ രാജാവിനോട് ചോദിക്കുന്നു, നെഹമ്യാവേ, രാജാവ് എന്നോട് ചോദിക്കുന്നു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? നിനക്ക് രോഗമൊന്നുമില്ലല്ലോ, കൊറോണ ഒന്നും പിടിച്ചിട്ടില്ലല്ലോ നിനക്ക്, പിന്നെന്നാ? അടുത്തത്, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. എപ്പോഴെങ്കിലും നിന്റെ ലീഡർഷിപ്പിൻ്റെ കീഴിലുള്ള, നിന്റെ പാസ്റ്റർമാരാണെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ കീഴിലാരാ? വിശ്വാസികൾ അല്ലേ? ഭർത്താവാണെങ്കിൽ നിന്റെ ലീഡർഷിപ്പിൻ്റെ കീഴിലാരാ? ഭാര്യയാണെങ്കിൽ നിന്റെ ലീഡർഷിപ്പിൻ്റെ കീഴിലാരാ? ഭർത്താവിന് ആരായില്ല? ഭർത്താവും മക്കളും. രണ്ടുമുണ്ട്. ഭാര്യ ലീഡറാന്ന് പറയുന്നതിൽ അംഗീകരിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്. എഫേസ്യർ വായിക്കേ, ഇരുവരും കീഴ്പ്പെട്ടിരിക്കട്ടെ എന്ന്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കീഴ്പ്പെട്ടിരിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞേക്കുന്നേ. കീഴ്പ്പെടുത്താൻ നോക്കരുത്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കീഴ്പ്പെട്ടിരിക്കട്ടെ എന്ന് തന്നെ വാക്യം. പലപ്പോഴും നമ്മൾ പറയുന്നതല്ലേ ദൈവം കർത്താവ് ചെയ്യാറ്? അല്ല. നിങ്ങൾ പറയുന്ന വല്ലതും കർത്താവ് ചെയ്തിട്ടുണ്ടോ? അതോ കർത്താവ് പറയുന്നത് മാത്രം നീ ചെയ്ത് ജീവിക്കാമെന്നോ? നീ പറയുന്ന വല്ലതും കർത്താവ് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവ് നിന്നെ അംഗീകരിച്ചെന്നാ, നിന്റെ കർത്തൃത്വം അംഗീകരിച്ചെന്നാ അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല? ഭാര്യമാരെങ്കിലും ഒന്ന് സന്തോഷിക്കുന്നു. എൻ്റെ ഭർത്താവ് അംഗീകരിച്ചിട്ട് വേണ്ട സന്തോഷിക്കാനല്ലേ? എന്നിട്ട് പറയുന്നു, ഉടനെ മനസ്സിലാക്കി. എന്തോ മനസ്സിലാക്കിയേ? നിനക്ക് ദീനമൊന്നുമല്ല. സംതിങ് ഈസ് ബോദറിങ് യു. നിന്നെ എന്തോ എന്ത് ചെയ്യുന്നുണ്ട്? അലട്ടുന്നുണ്ട്. മാനസികമായിട്ട് നിന്നെ എന്തോ അലട്ടുന്നു. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഭാര്യയോട്, നീ എന്നാ ഇങ്ങനെ ഒരു സുഖമില്ലാണ്ടിരിക്കുന്നത്? അവർ ചാടിക്കടിച്ച് ഇടപെടുന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണമുണ്ട്. അവർ കഞ്ഞി കുടിക്കാതിരിക്കുന്നെങ്കിൽ കാരണമുണ്ട്. എനിക്ക് വിശപ്പില്ലെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണമുണ്ട്. ഞാൻ യോഗത്തിന് വരുന്നില്ലെന്ന് പറയുന്നെങ്കിൽ കാരണമുണ്ട്. ചോദിച്ചോ, വാട്ട്സ് റോങ് വിത്ത് യു? അന്ന് വിസിറ്റിങ്ങിന് പോകണ്ട, അന്ന് വീട്ടിൽ നിന്ന് ചോദിക്കും, എന്തോ അതിൻ്റെ പ്രശ്നം എന്നാന്ന് പറയാം. അത് പറഞ്ഞിട്ടേ ഞാനും കഴിക്കുന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ കഴിക്കണ്ട, എനിക്കുള്ളത് വിളമ്പിക്കോ. കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. അന്നുണ്ടായി നമുക്കുള്ളത് വിളമ്പാൻ നോക്ക്. അർത്ഥശ്രഷ്ടാവ് രാജാവ് ഒരു ട്രൂ ലീഡറായിരുന്നു. കാര്യം എന്നാ? തൻ്റെ ദാസനായ നെഹമ്യാവിൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസം അർത്ഥശ്രഷ്ട രാജാവ് മനസ്സിലാക്കി. ചോദിച്ചു, വായിച്ചു വന്നിട്ട് ബാക്കി. എനിക്ക് പേടിയായി. അയ്യോ, ഇത് രാജാവ് കണ്ടെത്തിയോ? ഇത് രാജാവ് മനസ്സിലാക്കിയോ എൻ്റെ മനസ്സിൻ്റെ വിഷമം? ഞാൻ ഒരു കാര്യം പറയാം. എ ട്രൂ ലീഡർ ക്യാൻ സെൻസ് യുവർ ഫീലിങ്സ്. നിന്റെ ഭാവഭേദങ്ങളെ, നിന്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ ഒപ്പിയെടുക്കാൻ അറിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനുണ്ടോ? അവനാ ട്രൂ ലീഡർ. അത് വീടിൻ്റെ ആയാലും സഭയുടെ ആയാലും സംഘടനയുടെ ആയാലും എന്തിൻ്റെ ആയാലും നിൻ്റെ മുഖം വാടിയാൽ അറിയണം. അറിയിക്കാൻ വേണ്ടി വാട്ടുമൊന്നും വേണ്ട, അതും കണ്ടാൽ അറിയാം. ജാടയാന്ന്, പക്ഷേ വേദനിച്ചാൽ അവൻ അറിഞ്ഞിരിക്കും. നെഹമ്യാവ് എന്തോ ഇത് ചോദ്യം കേട്ടപ്പോഴേ പേടിച്ചത്. നെഹമ്യാവ് എന്തോ പറയാ? രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറ ശൂന്യമായി കിടക്കുമ്പോൾ, അതിൻ്റെ വാതിലുകളെല്ലാം തീ കൊണ്ട് ചുറ്റും കിടക്കുമ്പോൾ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ?
ഞാൻ ദൈവദാസന്മാരോട് വേണ്ടി ഒരു കാര്യം പറയാം. ദൈവദാസന്മാരോടും ദൈവിക ആയിരിക്കുന്നവരും ആകാൻ പോകുന്നവരോടും പറയാം. എവിടെങ്കിലും ശൂന്യതയുണ്ടെന്ന് കേട്ടാൽ നിന്റെ മുഖം വാടിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചത് അറിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിന്റെ മുഖം വാടിയിട്ടുണ്ടോ? അതോ നമ്മൾ സന്തോഷിക്കുകയോ? നെഹമ്യാവിന് മുഖം വാടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈസ് ഇൻ എ വെൽ സെറ്റിൽഡ് പൊസിഷൻ. നല്ലൊരു സ്ഥാനത്ത് അവൻ ജോലി ചെയ്യുന്നത്, ഒന്നാം തരം സർക്കാർ ജോലി, സുരക്ഷിതമായ ജോലിയാണ്. പക്ഷേ യെരൂശലേമിന്റെ മതിൽ ശൂന്യമായി കിടക്കുന്നത് കേട്ടപ്പോൾ നമ്മളെ മറ്റു പലതുമായിരിക്കും വേദനിപ്പിക്കുന്നത്. എ ട്രൂ ലീഡർ. എന്തോ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ? ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹമ്യാ അർത്ഥകശ്രേഷ്ഠ രാജാവ് എന്തോ പറഞ്ഞു? വായിച്ചോ. രാജാവിനോട് ചോദിച്ചു, വാട്ട്സ് യുവർ ഡിസൈർ? എന്തുവാ നിന്റെ അപേക്ഷ? ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞു, എനിക്കൊരു അല്പസമയം തരണം നീ, അതൊന്ന് പണിതെടുക്കാനായിട്ട്. രാജാവ് അവൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നത്. എ ട്രൂ ലീഡർ, നമ്മളതാ പറഞ്ഞ്, ഫ്യൂവൽ യുവർ പാഷൻ. ഒരു യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത് ദൈവം നിനക്ക് തന്ന ദർശനത്തെ പരിപോഷിപ്പിക്കുന്നവൻ ആയിരിക്കും. ഞാൻ രാവിലെ ചോദിച്ചോട്ടെ, ആരുടെയെങ്കിലും ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉദാഹരണം ഞാൻ പറയാം. ആ പാസ്റ്റർ വലിയ ദർശനമായിരുന്നു. എന്തുവാ? ഒരു 10,000 ട്രാക്റ്റ് അടിച്ച് വിതരണം ചെയ്യണമെന്ന്. ട്രാക്റ്റ് എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷെ അടിക്കാൻ അയാളിൽ എന്തില്ലേ, കൊറോണ കാലമായതുകൊണ്ട് കാശില്ല. അതറിഞ്ഞു. ഞാൻ പറഞ്ഞു, ചോദിച്ചു, പാസ്റ്റർ എത്ര രൂപയാവും? ഒരു 500 രൂപയാണ് അടിയും. ശരി, ഞാൻ 500 രൂപ തന്നേക്കാം. നീ ഇവിടെ എന്തു ചെയ്യുന്നേ? യു ആർ ഫ്യൂവലിങ് ഹിസ് വിഷൻ. അവൻ്റെ ദർശനത്തിന് നീ എന്ത് ചെയ്യുക? എണ്ണ പകർന്നു കൊടുക്കുന്നേ. നമ്മൾ പറയും, അടിക്കാൻ കാശൊക്കെ തന്നേക്കാം, എൻ്റെ പേരെ എന്ത് ചെയ്യാവൂ അതിനകത്ത് വെക്കാവൂ. പ്രതിഫലം കിട്ടിപ്പോയി. കാരണം നിനക്ക് പേരായിരുന്നു, അതിനകത്ത് അടിച്ചു വന്നല്ലോ. ആരുടെയെങ്കിലും ദർശനത്തിൻ്റെ, ഇത്രയും നാളായല്ലോ, ആരുടെയെങ്കിലും ദൈവം അവർക്ക് കൊടുത്ത ദർശനത്തിന് ഒരു ഫ്യൂവൽ നീ പകർന്നു കൊടുത്തിട്ടുണ്ടോ? എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ? തീട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കത്തി പോടെന്ന് പറഞ്ഞിട്ടല്ലേ? എണ്ണ പകർന്നു കൊടുത്തിട്ടുണ്ടോ? ഒരുപക്ഷെ നിനക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ വളരെ ചുരുങ്ങിയ ജവൻ അടിച്ചു കൊടുക്കുന്ന ഒരാളെ നിനക്കറിയായിരിക്കും. അവനുമായിട്ട് കണക്ട് ചെയ്യേ. ഞാൻ എത്ര പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളാവുന്ന നീ എന്തോ വിതച്ചോ അതായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. നീ വേറൊരുവൻ്റെ ദർശനത്തിന് എണ്ണ പകർന്നു കൊടുത്തെങ്കിൽ നിന്റെ ദർശനത്തിന് എണ്ണ പകരാൻ ദൈവം വേറൊരാളെ എഴുന്നേൽപ്പിച്ചിരിക്കും. കാരണം നീ വിതച്ചത് നീ കൊയ്യാൻ പോവുക. നീ എന്തോ വിതച്ചേ? വേറൊരാളുടെ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? ഒരല്പം എണ്ണ അവൻ എന്ത് ചെയ്തു? നീ ട്രാക്റ്റ് അടിക്കാനായിരിക്കും വേണമെങ്കിൽ എന്ത് ചെയ്തത്? 500 രൂപ കൊടുത്തത്. നിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ 50,000 ആയിരിക്കും. പക്ഷേ ഈ 500-നെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അതൊരു ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നീ പകർന്നു കൊടുത്ത എണ്ണയായതുകൊണ്ട് നിന്റെ ദർശനത്തിന് എണ്ണ പകരാൻ ദൈവം വേറൊരുത്തനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വിതയ്ക്കുന്ന നീ കൊയ്യും. നീ അവൻ്റെ ദർശനത്തെ കത്തിച്ച് കളയായതെന്ന് വെച്ചാൽ നിന്റെ ദർശനവും കത്തിച്ച് കളയാൻ വേറെ ആൾ എഴുന്നേൽക്കും. ഫ്യൂവൽ ദ വിഷൻ ഓഫ് ദ പീപ്പിൾ അണ്ടർ യു. നിന്റെ കീഴിലുള്ള ദർശനമുള്ള ആളുകളുടെ ദർശനത്തിന് അല്പം എണ്ണ എന്ത് ചെയ്യേ? പകർന്നു കൊടുക്കുക. കണക്ട് വിത്ത് ദം. അവരെ യോജിപ്പിക്കുക.
എനിക്കറിയാം ചില ആളുകൾ അവർ പറയും, ഞാൻ ഒറ്റ മനുഷ്യനെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരത്തില്ല. പിന്നെ ഇതിനെ നീ ഇവിടെ നിൽക്കുന്നേ? നീ 30 വർഷമായാലും ഇവിടെ നിൽക്കുന്നേ? നീ ഇറങ്ങിയപ്പോൾ കൂടെ എന്നാ? അല്ല, എന്താ കൊണ്ടുവരാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? കൊണ്ടുവന്നാൽ നിന്നെ കൗശയിക്കുന്നുള്ള പേടിയാ. നിന്നേക്കാ കൃപയുള്ളവൻ അവനെന്ന് അറിയാം നിനക്ക്. ആ ഒറ്റ കാരണാ. അപ്പം ഞാൻ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ചൂടെല്ലാം എനിക്ക് തന്നെ പറ്റി, ഈ ശേഷിപ്പൊക്കെ എനിക്ക് തന്നെ തിന്ന് ഇല്ലേ? മേശയിരിക്കുന്ന അപ്പം കുഞ്ഞ് ആർക്കുള്ളതാ? പാർട്ടർക്കുള്ളതല്ലേ? ഒരാളും കൂടെ കൂടിയാൽ അത് കുറയില്ലയോ? മനസ്സിലായില്ല? നോ, ഫ്യൂവൽ somebody's vision. ദർശനമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കണക്ക്. എന്നിട്ട് അവൻ എന്ത് ചെയ്യേ? കൈത്താങ്ങൽ കൊടുക്കുക. അവനോട് പറ, പാസ്റ്റർ പ്രവർത്തിക്കുക, ഞാൻ കൂടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ തരാം 100 രൂപ. ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും എനിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലത്തല്ലേ പാസ്റ്റർ പ്രവർത്തിക്കുന്നത്. കുറച്ച് കഴിയും പറയും, അങ്ങനെയാണെങ്കിൽ നിന്റെ നേതാവ് ആരാ? നിന്നെ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത നേതാവ് ആരാ? എനിക്ക് അദ്ദേഹത്തിന് കീഴിൽ നിന്നാൽ മതി, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. കാരണം ഈ ദർശനം പകർന്നു കൊടുക്കുന്ന ഒരു നേതാവാണ് നിന്റെ നേതാവെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളവരോട് നിന്നാൽ മതി. ഫ്യൂവൽ. നമ്മളെങ്ങനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കും. ഇനി നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോൺസറെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടെത്തിക്കോ, അല്ലേ? വീട് വേണമെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് എടുത്തോ, എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോണം? നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്താൽ തൻ്റെ കൂടെ നിൽക്കണോ? ചിലപ്പോൾ ആളുകൾ ചോദിക്കുക, പാസ്റ്റർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം ഞാൻ ചോദിക്കുക, ചേർന്നാൽ എന്തോ കിട്ടും? എന്താ വേണ്ടത്? ഞങ്ങൾക്കൊരു ചവക്കോട്ട വേണം, പറ്റുമോ? ചേർന്നേക്കാം, അതൊക്കെ ഞാൻ മുടക്കിക്കോളാം. അതൊന്നും ഞങ്ങൾ പിന്നെന്തോതിന് എൻ്റെ കൂടെ നിൽക്കുന്നേ? എന്നാ പ്രയോജനം നിങ്ങളുടെ കൂടെ നിന്നുണ്ട്? എ ലീഡർ ഷുഡ് ബി someone who can fuel my vision. എൻ്റെ ദർശനത്തെ ഇതിലേക്ക് എണ്ണ പകർന്ന് എന്നെ നിലനിർത്തുന്ന ഒരു നേതാവിനെയാ എനിക്ക് ആവശ്യം. അടുത്തത് 11, തെറ്റുകളെ വലുതാക്കി കാണിക്കരുത്. Do not magnify the mistakes or failures. തെറ്റുകളെ വലുതാക്കി കാണിക്കരുത്. ആ വ്യക്തിക്ക് ചെയ്ത തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അത് പർവ്വതീകരിച്ച് എന്ത് ചെയ്യരുത്? കാണിക്കും. നീ എന്തൊട്ട് പണിയായി കാണിച്ചത്, ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുന്നത്? പകരം എന്ത് പറയണം? നമുക്ക് ശരിയാക്കാം, ഞാനും വരാം എൻ്റെ കൂടെ. പോരെ, സാരല്ല, പോട്ടെ, നമുക്ക് പലിശ സഹിതം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം പിടിച്ചെടുക്കാം. ഒരിക്കലും കൂടുള്ള അനുയായികളുടെ തെറ്റിനെ എന്ത് ചെയ്യരുത്? പർവ്വതീകരിച്ച് കാണിക്കരുത്. കണ്ടില്ലേ ഒരുത്തൻ? കവറപ്പ്. അതിനെ പൊതിഞ്ഞ് അവൻ്റെ കൂടെ നിന്ന് വേദോസ്തം പറയുന്നത്, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം അവൻ നമ്മളോട് എന്ത് ചെയ്യത്തില്ല? പകരം ചെയ്യത്തില്ല. നമ്മുടെ തെറ്റിനെയൊക്കെ കർത്താവ് എന്ന് വിളിച്ച് ഊഹിയായിരുന്നെങ്കിൽ ഈ വെള്ളയിട്ട് നടക്കാൻ ഒരു യോഗ്യതയും, കറുപ്പ് മാത്രം ഇടേണ്ടി വന്നേനെ ഞാൻ. കാരണം എന്നാ അറിയില്ല, എന്തോ പറ്റിയാലും അറിയില്ലല്ലോ. വെള്ളയിടണമെങ്കിൽ കുറച്ച് ഗട്സുള്ളവനെ വെള്ളയിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കറുത്ത ഷോൾ ഇട്ടൊന്നും ഞാൻ കുറ്റം പറഞ്ഞാന്ന് പറയരുത് കേട്ടോ. കാരണം കറുത്തതിട്ടതിനേക്കാൾ ഒത്തിരി സൂക്ഷിക്കണം എന്തോ ഇടുമ്പം. വേണ്ടേ? അതുകൊണ്ടാ പലപ്പോഴും നമ്മളെ വെള്ള എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുന്നത്. കളറാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പം, കറുത്താണെങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണ്ടല്ലോ. എത്ര കരി വരണ്ടാലും അറിയത്തില്ല, എത്ര പാട് വീണാലും അറിയില്ല, ഒന്നും അറിയില്ല. കറുത്തതിനകത്ത് ഒരു ചോരത്തുള്ളി വീണാൽ പോലും അറിയില്ല. നേരെ വെളുത്തേർ വീണാലോ ഒട്ടന്നെ അറിയും. നെവർ
ഒരിക്കൽ പോലും ഒരു കൂട്ടുവിശ്വാസിയുടെ, നിന്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളുടെ, നിന്റെ ഒപ്പം ശുശ്രൂഷിക്കുന്ന ഒരാളുടെ തെറ്റിനെ നീ പർവ്വതീകരിച്ച് കാണിക്കരുത്. പക്ഷെ അതേസമയം ആ തെറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം നൽകി കൊടുക്കുകയും വേണം. അതുകൊണ്ട് തെറ്റ് ശരിയാന്ന് പറയാനല്ല ഞാനീ പറഞ്ഞു, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റ് ശരിയാന്ന് പറയാനല്ല, നീ ചെയ്തത് തെറ്റ് തന്നെ. അതുകൊണ്ട് ഇത്രയും നഷ്ടം നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ടേച്ച് പോവുകയല്ല വേണ്ടേ, നമുക്ക് എന്ത് ചെയ്യണം, ഈ നഷ്ടത്തെ ലാഭമാക്കി നമുക്ക് എടുക്കണം. പറയണം, പാസ്റ്ററെ നഷ്ടം ശരി, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഇതിൻ്റെ പലിശ സഹിതം ഞാൻ എന്ത് ചെയ്തിരിക്കും, ഞാൻ നേടി തന്നിരിക്കും. പാസ്റ്റർ കഴിഞ്ഞ് അങ്ങോട്ട് തരും. ഈ വർഷം 10 ആത്മാക്കൾ പോയില്ലേ, പോട്ടെ, അടുത്ത വർഷം ഈ സമയം നോക്കുക 20 എണ്ണത്തെ സ്നാനപ്പെടുത്തി ഞാൻ പാസ്റ്റർ കയ്യിലോട്ട് തന്നിരിക്കും. തെറ്റിനെ ന്യായീകരിക്കരുത്, തെറ്റിനെ പർവ്വതീകരിക്കരുത്, തെറ്റിനെ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് നടിക്കരുത്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തെറ്റിനെ കണ്ടില്ലെന്ന് നടിക്കരുത്, തെറ്റിനെ ന്യായീകരിക്കരുത്, തെറ്റിനെ പർവ്വതീകരിക്കരുത്. വാക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയോടൊപ്പം നടക്കുക. അത് പറ, ഐ വിൽ ബി വിത്ത് യു, ഞാൻ വരാം, നമുക്കൊന്നിച്ച് പണിയാം, നമുക്കൊന്നിച്ച് നേടാം, നമുക്കൊന്നിച്ച് ചിലതൊക്കെ ചെയ്യാം. ഈ നഷ്ടം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, നികത്തി എടുക്കാം. അപ്പോൾ ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട 11ാമത്തെ ഗുണമാ നമ്മൾ പറഞ്ഞത്, നെവർ മാഗ്നിഫൈ ദ മിസ്റ്റേക്സ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയും കൂടെ പഠിക്കും.